പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഒരു അത്ഭുത ദിവസമാണ്. ഇന്ന് ദിവ്യകാരുണ്യ ഈശോ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെ കാണാനും നിങ്ങളെ അനുഗ്രഹിക്കാനും എഴുന്നള്ളിയിരിക്കുകയാണ് മക്കളെ. ഇന്നാണ് ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളാണ്. ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടിയെടുത്ത യേശുക്രിസ്തുവിൻ്റെ ദാസനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും സാധിച്ചു തരും. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ നാട്ടിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കടന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നൊരു അഭിഷേകത്തിൻ്റെ ദിനമാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചോ. നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ വേദനകൾ, അകാരണ ഭയങ്ങൾ, ദുഃഖങ്ങൾ, മാനസിക രോഗങ്ങൾ, നിങ്ങളുടെ ടെൻഷനുകൾ, നിങ്ങളുടെ കലഹങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, അതുമൂലമുള്ള കുടുംബത്തിൽ ഇങ്ങനെ അഗ്നികുണ്ഡം പുകയുന്നത് പോലുള്ള അവസ്ഥകൾ, ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകുന്നില്ല, വേറൊരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല, കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കണ്, പരസ്പരം മനസ്സിലാക്കുന്നില്ല. യുവ ദമ്പതികളുടെ കുടുംബ തകർച്ചകൾ, അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, തോറ്റു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിട്ട് പോലും ഒരു വിലയും കൊടുക്കാതെ ഡൈവോഴ്സിൻ്റെ പിന്നാലെ പോകുന്ന ദമ്പതികൾ, മദ്യപാനം മൂലം, കലഹങ്ങൾ മൂലം, ലഹരികൾ മൂലം, പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മൂലം എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അമ്മായിയമ്മമാരുടെ അനാവശ്യമായ കൈകടത്തൽ മൂലം, അമ്മായിയപ്പന്മാരുടെ അനാവശ്യമായ കൈകടത്തൽ മൂലം എത്രയോ ദമ്പതികളുടെ കുടുംബങ്ങൾ തകരുന്നു. എത്രയോ യുവ ദമ്പതികൾ കടന്നു വന്ന മകളുടെ ഭർത്താവ് മൂലം, അല്ലെങ്കിൽ കടന്നു വന്ന ആ പുതിയ മരുമകൾ മൂലം എത്രയോ മാതാപിതാക്കന്മാർ കണ്ണുനീര് കുടിക്കുന്നു. അപ്പോൾ ഒരു കുടുംബത്തെ തകർക്കുന്ന ഒരു ദുഷ്ടപിശാച് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ മക്കളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും കലഹങ്ങളാണ്, പിരിപിരിപ്പാണ്, അസ്വസ്ഥതയാണ്. ഇന്നേ ദിനം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീടിൻ്റെ മേൽ ആഞ്ഞടിച്ചിരിക്കുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചിരിക്കുന്ന സകലവിധ പൈശാചിക ശക്തികളെയും സാത്താനെയും അവൻ്റെ അരൂപികളെയും, കാരണം അവൻ കുടുംബത്തെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അഭിവന്യ റെമേജിയസ് പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: കുടുംബങ്ങൾ തകർന്നാൽ സഭ തകർക്കപ്പെടും, സഭ തകർക്കപ്പെട്ടാൽ മാനവകുലം തകർക്കപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണ് സാത്താൻ ക്രൈസ്തവ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ കുടുംബ തകർച്ചകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെയോ നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലോ കുടുംബങ്ങൾ വല്ലാത്ത വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ ഉപദേശങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാത്തതിന് കാരണങ്ങളിലൊന്ന് ആ കുടുംബങ്ങളിൽ വാസമുറപ്പിച്ചിരിക്കുന്ന സാത്താന. വെറുപ്പിൻ്റെ, പകയുടെ, വൈരാഗ്യത്തിൻ്റെ, സംശയത്തിൻ്റെ, മാനസിക രോഗത്തിൻ്റെ പിശാചാണ് ഭവനങ്ങളിൽ കടന്നു വരികയും കോപത്തിൽ, വെറുപ്പിൽ, പകയിൽ, ഉപദ്രവങ്ങളിൽ, ആർത്തിയിൽ, ആസക്തികളിൽ, തെറ്റായ ബന്ധങ്ങളിൽ, മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗങ്ങളിലൂടെ എല്ലാം കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് വളരെ പ്രത്യേകമാം വിധം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളെ സമർപ്പിക്കുക. സാത്താന് നമ്മുടെ കുടുംബത്തിൽ അവസരം കൊടുക്കരുത്, സാത്താന് നമ്മുടെ വീട്ടിൽ അവസരം കൊടുക്കരുത്. കൊടുത്താൽ മക്കളെ, അവൻ നമ്മുടെ വീടിൻ്റെ അവസാന കല്ല് വരെ അവൻ തകർക്കും. അവൻ നമ്മുടെ സമ്പത്ത് തകർക്കും, നമ്മുടെ തൊഴിൽ തകർക്കും, നമ്മുടെ കുടുംബത്തെ തകർക്കും. ആയതിനാൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചോ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ സഹായിക്കും മക്കളെ. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും, എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും, എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും,
കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ നിന്നും, കല്യാണ തടസ്സങ്ങളിൽ നിന്നും, ജോലി തടസ്സങ്ങളിൽ നിന്നും, നിരന്തരമുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്നും, നിരന്തരമായ കലഹങ്ങളിൽ നിന്ന് കർത്താവായ ഈശോ നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കട്ടെ. നമുക്കിന്ന് കർത്താവ് നൽകിയിരിക്കുന്ന വചനം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17 മുതലുള്ള വചനമാ. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പലതവണ കർത്താവ് നൽകിയിട്ടുള്ളതാ. വിശ്വസിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന രാവിലെയും കിടക്കുന്നതിന് മുമ്പും കൂടുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും സാത്താൻ തടസ്സങ്ങള്, ബന്ധനങ്ങള് വിട്ടുമാറുമെന്ന് നമുക്ക് അടിയുറച്ച മെസ്സേജ് കിട്ടിയിട്ടുണ്ട് മക്കളെ. അപ്പം അതുകൊണ്ട് ഇത് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ഇതൊരു 10 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ കർത്താവ് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കും. ദിവ്യകാരുണ്യ ഈശോ ഏറ്റെടുക്കും. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ മുമ്പിൽ ഈശോയെ നമുക്കൊന്ന് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ, കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, മിഖേൽ മാലാഖയോട് ചേർന്ന്, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന, നിങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെയും യേശുക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ഞാൻ ശാസിക്കുന്നു, ഞാൻ ബഹിഷ്കരിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ. സ്തുതിച്ച് മക്കളെ, കരമുയർത്തി സ്തുതിച്ച് അത്ഭുതകരമായ ഡെലിവറൻസ് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് നിങ്ങളുടെ വീട്, പറമ്പ്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ വീടിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾ, അതിനുള്ളിൽ ഒരു ദുഷ്ടാരൂപിയും പ്രബലപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പറ്റുന്നത് പോലെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇതാ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മോചനം ലഭിക്കട്ടെ, നിങ്ങളുടെ ദാമ്പത്യങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് മോചനം ലഭിക്കട്ടെ. സകലവിധ പൈശാചിക ശക്തികളിൽ നിന്നും, തിന്മയുടെ അരൂപികളിൽ നിന്നും, നാശകരമായ ജീവികളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ നിങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, 2 കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഡിസംബർ 10 മുതൽ 14 വരെ കൊല്ലം തീരദേശ കൺവെൻഷൻ, പിന്നെ ജനുവരി 2 മുതൽ 4 വരെ ചങ്ങനാശ്ശേരി മണിമല ഫൊറോന കൺവെൻഷൻ. നിങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുന്ന വൈദികര്, സന്യസ്തര്, അൽമായര്, ധനം കൊണ്ട് ശ്രമം കൊണ്ട് കൺവെൻഷനെ സഹായിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. കോഴിക്കോട് ടൗണിൽ അച്ഛനൊരു ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. അത് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തുടങ്ങാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വന്ന് പങ്കെടുക്കാനും അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് അഭിമന്യ പിതാവ് എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത്. എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എന്ന് പിതാവ് എന്നോട് പറയുകയുണ്ടായി. കാരണം പലരും പിതാവിനോട് പറഞ്ഞ അത്ര ദൂരെയാകുമ്പോൾ തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, കാസർഗോഡൊക്കെ വയനാട്ടിലേക്ക് വരാനുള്ള അവരുടെ പ്രയാസം അറിയിച്ചത് കൊണ്ടാണ് കോഴിക്കോട് നഗരത്തിലേക്ക് പിതാവ് എന്നെ മാറ്റിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വരുവാനും പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മക്കളെ. അഭിമന്യ പിതാവ് വർഗീസ് ചക്കാലക്കലെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മലബാറിലെ എല്ലാ മെത്രാന്മാരെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.